Okay, thank you. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. എല്ലാവർക്കും ഹായ്. ഹായ് ശിവചേട്ടൻ. അപ്പോ പേജ് നമ്പർ 84 വരെയാണ് നമ്മൾ ആൽക്കോളിസം അനോണിമസിന്റെ കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് നമ്മൾ റിക്കവറിയുടെ ഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഐക്യത്തിന്റെ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യത്തിന്റെ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 10-28 പേജുകളിലാണ് അദ്ദേഹം മോചനത്തെ പറ്റി സംസാരിച്ചിരിക്കുന്നത്. ഏകദേശം 60 പേജുകളോളം അദ്ദേഹം ഇപ്പോൾ ഐക്യത്തെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ നമ്മള് പേജ് നമ്പർ 79 യൂണിറ്റി അല്ലെങ്കിൽ ഐക്യം തുടങ്ങുന്നത്. പേജ് നമ്പർ 51 റിക്കവറി അല്ലെങ്കിൽ മോചനം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്ന നമ്മുടെ മൂന്നാമത്തെ പൈതൃകം സർവീസാണ്. ആ പേജ് നമ്പർ 139 പേജ് നമ്പർ. ഏതായാലും നമ്മൾ പല രാജ്യങ്ങളിൽ എങ്ങനെയാണ് തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾ കാനഡയിൽ എങ്ങനെയാണ്, അപ്പൊ അത് നമുക്ക് വായിക്കാം. Canadian AA2 is of the very best. Sometime in 1940, a temperance worker at Toronto showed the AA book to an alcoholic who had resisted all other attempts at rescue. Again, the AA book turned the trick, and together these two exposed many Toronto problem drinker to the AA contagion. And the process of multiplication set in which eventually carried AA to about every city and town in the province of Ontario. This good friend, George Little, a minister as well as a temperance worker, was not a little disappointed that his strange new flock showed no interest whatever in getting everybody born dry. They insisted they were concerned only with local imbibers who wanted AA. Here it was definitely proved for the first time that AA could never become a dry crusade, a fact which has since puzzled many a worker in the dry coast. This first crossing of the border was followed in 1941 by another, when Windsor, Ontario, just across the river from Detroit, began to harbor Canada's group number 2. കാനഡയിലെ എയും വളരെ നല്ലതായിരുന്നു. 1940 ഒരു തീവ്ര പ്രവർത്തകന്റെ പ്രവർത്തനത്തിൽ ഒന്നും സുബോധവാന്മാരാകാതിരുന്ന ടൊറന്റോയിലെ ഒരു മദ്യാസക്തനെ AA ബുക്ക് കാണിച്ചുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു അത്ഭുതം അവർ കണ്ടു. അവർ രണ്ടുപേരും ചേർന്ന് ടൊറന്റോയിലെ പ്രശ്നക്കാരനായ മറ്റു കുടിയന്മാരെ, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കുടിയന്മാരെ എത്തിക്കുകയും ഒണ്ടാരിയോയിലെ പ്രൊവിൻസിൽ എവിടെയും AA വ്യാപിക്കുകയും ചെയ്തു. നല്ല സുഹൃത്തായ ലിറ്റിൽ ജോർജ് ഒരു സജീവ പ്രവർത്തകനും പുരോഹിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആളുകൾ കുടി നിർത്തുന്നതിന് താല്പര്യം കാണിക്കാതെ അദ്ദേഹം നിരാശനായിരുന്നില്ല. ആവശ്യമുള്ളവരെ മാത്രമേ തങ്ങൾ പരിഗണിക്കുന്നുള്ളൂ എന്ന് വ്യക്തമായിരുന്നു. ഒരിക്കലും ഒരുതരം കുരിശു യുദ്ധക്കാരല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. ജോലിക്കാർക്കിടയിൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. 1941 അതിർത്തികൾ കടന്ന് ഡെട്രോയിറ്റിൽ നിന്നും നദി കടന്ന് വിൻസറിലേക്കും ഒൻറ്റാരിയോയിലേക്കും ഡെട്രോയിറ്റിലേക്ക് ബിഗാൻ ടു ഹാർബർ കാനഡാസ് ഗ്രൂപ്പ് നമ്പർ 2. ഒൻറ്റാരിയോയിലേക്കും കാനഡയിലെ 41-42 ചില AA മീറ്റിങ്ങുകൾക്കാണെങ്കിൽ 1941 ഡിസംബറിലാണ് വിൻസർ ഗ്രൂപ്പ് ആരംഭിച്ചത്. രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടെയാണ് ആരംഭിച്ചത്. The first crossing of the border was followed in 1941 by another. 1941 കാനഡയിൽ തുടങ്ങുന്നത്. വിൻസറിൽ ഒൻറ്റാരിയോയിലും തുടങ്ങി. പിന്നീട് ആ നദി കടന്നിട്ട് ഡെട്രോയിറ്റിലേക്കും വ്യാപിച്ചു. പിന്നെ കാനഡയുടെ ഹാർബറിൽ രണ്ടാമത്തെ ഗ്രൂപ്പുകൾ തുടങ്ങി. അപ്പൊ അടുത്ത ഭാഗം. ഇൻ വാൻകൂവർ, ബ്രിട്ടീഷ് കൊളംബിയ, എ നോൺ ആൽക്കോളിക് വാസ് ഓൾസോ paired with an alcoholic from the very start. That time it was a public spirited candy manufacturer who passed the book on the Charlie B, a real estate broker. Inspired with the message and full of energy, this pair canvassed the city of Victoria and half the province in a hurry. And soon BC's Alcoholics Anonymous was a reality. After a time, the message spread eastward over the prairies of Alberta, Saskatchewan, and Manitoba. ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവറിൽ ഒരു മദ്യാസക്തനോടൊപ്പം ഒരു നോൺ ആൽക്കഹോളിക്കും ചേർന്ന് പ്രവർത്തിച്ചു. പൊതു താല്പര്യമുള്ള
അദ്ദേഹം ഒരു മിഠായി വ്യവസായമാണ്, അല്ലെങ്കിൽ ക്യാൻഡി വ്യവസായിയാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ ചാർലിക്കാണ് ഒരു പുസ്തകം കൊടുത്തത്. ഉത്സാഹഭരിതരായ ഇവർ രണ്ടുപേരും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ ബ്രിട്ടീഷ് കൊളംബിയയിൽ യഥാർത്ഥത്തിൽ അല്പകാലത്തിന് ശേഷം സന്ദേശം കിഴക്ക് ആൽബർട്ടായിലെ പുൽമേടുകളിലേക്കും സസ്കച്ചുവനിലേക്കും മാനിറ്റോബയിലേക്കും വ്യാപിപ്പിച്ചു. ആം, അതിനകത്തൊരു ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ദോ സം മീറ്റിംഗ്സ് വെയർ ഹെൽഡ് ഇൻ 1941-42. 1941-42 മീറ്റിംഗ് ഒണ്ടാരിയിൽ തുടങ്ങിയത്. സ്റ്റാർട്ട് ടു വിൻസർ ഗ്രൂപ്പ് ഡേറ്റ് ഫ്രം ഒക്ടോബർ 1943. 1943 വിൻസർ ഗ്രൂപ്പ് ആരംഭിച്ചത്. മോൺട്രിയൽ മീൻവൈൽ ഹാർഡ് began to simmer. Dave B., the Montreal group's founder and a marathon 12-stepper, had sobered upon reading an AA book sent to him by his sister. Here we saw AA's very first French members. I shall forever remember that early bilingual provincial meeting where I first heard the Lord's Prayer in French. In due course, solid AA began to flourish in now Newfoundland and the maritime provinces. And of course, it was only a question of time when Quebec City and Troyes Rivers, thus flanked on both sides, would have their own groups. The Quebec clergy, at first doubtful, are today among AA's most ardent well-wishers. So are many public officials. We can never forget the party that Montreal Mayor Howard once threw for us. It was probably the first official reception that any AA group ever had. അപ്പം നമ്മൾ മോൺട്രിയലിലെ കാര്യമാണ് പറയുന്നത്. മോൺട്രിയൽ അല്പം ഒന്ന് ഇളകാൻ തുടങ്ങിയിരുന്നു. മോൺട്രിയൽ മീൻവൈൽ ഹാർഡ് ബിഗാൻ ടു സിമ്മർ. മോൺട്രിയൽക്കാരനും ഒരു മാരത്തോൺ 12 പടി പ്രവർത്തനമായ ഡേവ് ബി അദ്ദേഹത്തിന്റെ സഹോദരി അയച്ചു കൊടുത്ത ബുക്ക് വായിച്ച് സുബോധവാനായി. എയിലെ ആദ്യത്തെ ഫ്രഞ്ച് അംഗത്തെ നമുക്ക് അവിടെ കാണാം. ഇവിടെ നടന്ന ദ്വിഭാഷാ മീറ്റിംഗും ഫ്രഞ്ച് ഭാഷയിൽ ലോർഡ്സ് പ്രാർത്ഥന ചെയ്യുന്നതും ഞാൻ ഒരിക്കലും മറക്കില്ല. യഥാസമയം തന്നെ ന്യൂ ഫൗണ്ട്ലാൻഡിലും മെരിടൈം പ്രൊവിൻസിലും വളർന്നു. ക്യുബക് സിറ്റിയിലും ഡെട്രോയിറ്റിലും നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ക്യുബക് സിറ്റിയില് പിന്നെ ട്രോയ്സ് റിവേഴ്സ് ആ സ്ഥലത്തും അവരുടെ ഗ്രൂപ്പുകൾ യഥാസമയം ആരംഭിച്ചു. ക്യുബക്കിലെ പുരോഹിതന്മാര് നമുക്കറിയാം, അവരുടെ ഗ്രൂപ്പുകൾ യഥാസമയം ആരംഭിച്ചു. ക്യൂബക്കിലെ പുരോഹിതന്മാർ ആദ്യം സംശയിച്ചു നിന്നെങ്കിലും ഇന്ന് അവർ എയുടെ ഉത്സാഹഭരിതരായ സഹായികളാണ്. പല പൊതുജനങ്ങളും അങ്ങനെ തന്നെയാണ്. മോൺട്രിയൽ മേയർ ഹൗസ് ഒരിക്കൽ നമുക്ക് തന്ന സൽക്കാരം മറക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഗ്രൂപ്പിന് ലഭിച്ച ആദ്യത്തെ സൽക്കാരമാകാം അത്. As we know, AA literature has a way of turning up in most surprising places. A broker of Johannesburg, South Africa, read an article in the Reader's Digest about us and sent to New York for a pamphlet, which so excited him that he felt like a goose. So on the derelict trunks of his city, he had a calling to scrap the bottom of the barrel. As an extra inducement, he offered his clients a certain amount of rehabilitation money. Naturally, he saw flooded by swarms of eager aspirants who, it soon appeared, were far more interested in handouts than they were in sobriety. Verging on complete wreck, this enterprise was saved by the timely arrival of another drinker, Valdi, who had just obtained a copy of the AA book, one reading of which had struck him cold sober. Almost at the same time, another South African, a native of Perth, had sobered up through the book and had gone right to work on the alcoholic in his own town. Through the more orthodox methods of these two devotees of AA's big book, and with the reinforcing letter from General Headquarters, things began to hum in South Africa. A whole volume could now be written about our program down there, telling how AA has grown
from this very fragile beginnings. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ സാഹിത്യം പല സ്ഥലത്തും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തെക്കേ ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ ഒരു ബ്രോക്കർ ഒരിക്കൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ നമ്മെപ്പറ്റി ഒരു ലേഖനം വായിച്ചു. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് ആളെ അയച്ചു. സ്വന്തം നഗരത്തിലെ ഉപേക്ഷിക്കപ്പെട്ട മധ്യസ്ഥർക്കിടയിലേക്ക് ഒരു ഇരമ്പൽ പോലെ കടന്നു ചെന്നു. ഉപേക്ഷിക്കപ്പെട്ടവർക്കായുള്ള വിളി അദ്ദേഹം കേട്ടു. അവർക്കായി പുനരധിവാസത്തിനായി ഒരു തുകയും മുടക്കി. സ്വാഭാവികമായും അവരൊക്കെ സുബോധത്തെക്കാളേറെ മറ്റ് സഹായങ്ങൾക്കാണ് കൈനീട്ടിയത്. നാശത്തിന്റെ വാതിലെത്തിയ ഈ പദ്ധതിയിലേക്ക് സമയത്ത് തന്നെ മറ്റൊരു മധ്യാസക്തൻ കടന്നു വന്നു. ബുക്ക് വായിച്ച് സുബോധവാനായ വാൽ അതേസമയം തന്നെ പെർത്തുകാരനായ ഒരു ദക്ഷിണാഫ്രിക്കക്കാരൻ ബുക്ക് വായിച്ച് സുബോധവാനായി അദ്ദേഹത്തിന്റെ പട്ടണത്തിൽ മധ്യസ്ഥർക്കായി പ്രവർത്തനം ആരംഭിച്ചു. In the later part of 1942, we began to get our first letters from Australia, from S.J. Minogue, a psychiatrist associated with the Rydell. അടുത്ത പേജ് 86. Saddlemere Mental Hospital in Sydney, and from a priest, Father Donnelly, at the same institutions. We furnished them with literature, including the AA book, and a correspondence started with Dr. Minogue, which has lasted ever since. അപ്പോൾ 1942 അവസാനമായപ്പോഴേക്കും ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് കത്തുകൾ ലഭിച്ചു തുടങ്ങി. സിഡ്നിയിലെ മനോരോഗ ആശുപത്രിയിൽ നിന്ന് സൈക്കാട്രിസ്റ്റായ ഡേജെ മനോഗിൻ സിഡ്നിയിലെ മനോരോഗ ആശുപത്രി സൈക്കാട്രിസ്റ്റായ ഡേജെ മനോഗിൽ നിന്നും അവിടുത്തെ തന്നെ പുരോഹിതനായ ഫാദർ സൺലിയിൽ നിന്നും നമ്മൾക്ക് കത്ത് ലഭിച്ചു. ഞങ്ങൾ അവർക്ക് ബുക്കും സാഹിത്യങ്ങളും നൽകി. ഡോക്ടർ മിനോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിപ്പോഴും തുടരുന്നു. ഞങ്ങൾ അവർക്ക് ഡോക്ടറും പുരോഹിതനും മാസങ്ങളായി അവിടുത്തെ കടുത്ത മനോരോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നു. സഹായിയായ ഒരു ആർച്ച് മെക്നോണിന്റെ സഹായവും ഡോക്ടർ മനോഗിന്റെ കത്തുകളിലെല്ലാം പറഞ്ഞത് ഒരു ഫലവുമില്ലെന്നാണ്. 2 വർഷമെങ്കിലും എടുത്തു പറയാൻ മാത്രം എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മധ്യസ്ഥരല്ലാത്ത ഇവർക്ക് യഥാർത്ഥ കണ്ടെത്തലുകൾ നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. 1944 അവസാനം 2 പേർ, ബെന്നും റെക്സും വിജയിച്ചത്. പിന്നീട് അവർ ഓസ്ട്രേലിയയിലെ സെക്രട്ടറിമാരായി. We furnished them with literature, including the AA book, and a correspondence started with Dr. Minogue, which has lasted ever since. Month after month, the doctor and the priest labored with their grim cases and were aided by an attendant named Mr. Arch McKinnon. Letter after letter from Dr. Minogue reported to no results at all. Indeed, it took over 2 years to produce anything like AA group. Those non-alcoholic had great difficulty in getting the proper identification with their patients, but late in 1944, they finally had success with 2 of them, Ben and Rex. The latter becoming Australia's first AA, they becoming later Australia's first AA secretary. അപ്പോൾ ഒരുപാട് മാസങ്ങളിൽ അവർ രണ്ടുപേരും പങ്കാളികളായെങ്കിലും വിജയങ്ങളൊന്നും ഉണ്ടായില്ല. 2 വർഷം എടുത്തു ഓസ്ട്രേലിയയിൽ ഗ്രൂപ്പ് എന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താനായിട്ട്. അവർ വലിയ ബുദ്ധിമുട്ടി. 1944 ആയപ്പോഴത്തേക്കാണ് ബെന്നും റെക്സും കൂടി മോചിതരായത്. അവർ പിന്നീട് ആൽക്കോളിക്സ് അനോണിമസിന്റെ സെക്രട്ടറിമാരായി. ഇനി അടുത്ത ഭാഗം 86, പേജ് 86. In March 1945, Rex wrote Bobby at the New York office in substance as follows: Dear Secretary, Dr. Minogue has handed over all of the correspondence to me. He being too fully occupied as a superintendent at എടാ മൈക്ക് ഓണാവണം നോക്കണേ. 2 കൂടി കൈകാര്യം ചെയ്യാൻ പറ്റില്ലടാ. ഒന്നോ കണ്ണട വെച്ചിട്ടുള്ള കളിയാ. ഓക്കെ, പറ്റുമെങ്കിൽ സഹായിക്കണം. ഓക്കെ. In March 1945, Rex wrote to Bobby at the New York office in substance as follows: Dear Secretary, Dr. Minogue has handed over all of the correspondence to me. He being too fully occupied as superintendent at Rydell to answer it himself. It must not be thought, however, that the doctor's interest is flagging. For the contrary is the case. You will be pleased to know that a group has now been formed in Sydney. Our address is above. The movement here was started by Dr. Minogue, Father Donnelly, and Mr. McKinnon.
a hospital attendant. There are not alcoholics, but they have gathered around themselves 7 or 8 real ones, including myself, and we are netting new recruits every day. We feel that the movement is gathering momentum in Australia. So we now want a formal affiliation with Alcoholics Anonymous. Sincerely, US Rex A Secretary. അപ്പൊ 1945 മാർച്ചില് റെക്സ് ന്യൂയോർക്കിലുള്ള സെക്രട്ടറിയായ ബോബിക്ക് ഇങ്ങനെ എഴുതി: പ്രിയ സെക്രട്ടറി, ഡോക്ടർ മിനോക്ക് കത്തിടപാടുകളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെന്റിലെ സൂപ്രണ്ടാണ്. അദ്ദേഹം തിരക്കിലാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. സിഡ്നിയിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി എന്നറിയുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഞങ്ങളുടെ അഡ്രസ്സ് മുകളിലുണ്ട്. ഈ നീക്കം ആരംഭിച്ചത് ഡോക്ടർ മിനോഗിന്റെയും ഫാദർ ഡൺസ്ലൂടെയും ആശുപത്രി അറ്റൻഡറായ മിസ്റ്റർ മിക്കിനോണിന്റെയും സഹായത്താലാണ്. അവർ മധ്യാസക്തരായിരുന്നില്ല. അവർ ഞങ്ങൾക്ക് ചുറ്റും നിന്നു. 7-8 പേർക്കിടയിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ദിവസവും പുതിയ ആളുകൾക്കായി വല വീശി. ഞങ്ങളുടെ നീക്കത്തിന് ഓസ്ട്രേലിയയിൽ ആക്കം ആരംഭിച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആൽക്കോളിക്സ് അനോണിമസുമായി ഔപചാരികമായി കൂടിച്ചേരേണ്ടതുണ്ട്. വിശ്വസ്തയോടെ റെക്സ് എ സെക്രട്ടറി. The OC were indeed on their way. Australia now has its thousands of members in all walks of life, and on all sides they enjoy the warmest public blessing. The Australia development will certainly be remembered as a seldom matched example of pioneering, fortitude and faith. അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സ് മുകളിലുണ്ട്. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ നീക്കത്തിന് ഓസ്ട്രേലിയ ആക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് ആൽക്കോളിക്സ് അനോണിമസുമായി ഔപചാരികമായി കൂടിച്ചേരുന്നുണ്ട്. വിശ്വസ്തയുടെ റെക്സ് എ സെക്രട്ടറി. OC തീർച്ചയായും അവരുടെ വഴിയിലാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് നാനാ തുറകളിൽപ്പെട്ട ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട്. എല്ലാ തരത്തിലും പൊതുജനങ്ങളുടെ അനുഗ്രഹവുമുണ്ട്. ഓസ്ട്രേലിയയിലെ പുരോഗതി സഹനത്തിന്റെയും വിശ്വാസത്തിന്റെയും അപൂർവമായ ആദ്യകാല ഉദാഹരണമായി ഓർമ്മിക്കപ്പെടും. This glimpse of AA worldwide revealed the incredible distance that AA has come since that fall day in 1937, when Dr. Bob and I looked apprehensively towards the future. Then we had only the word of mouth program, the substance of the formula for sobriety that AB and had given me. AA's 12 steps had not yet been written, and the AA book was scarcely an idea. Worldwide service and unity were only dreams. AA's first national development of consequences came in 1939. In September that year, Fulton Osler, then editor of Liberty magazine, published a piece called Alcoholics and God, written by Maurice Marquis. About 800 frantic inquiries descended upon us immediately, and we wrote to them all. അപ്പോൾ ഓസ്ട്രേലിയയിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് എങ്ങനെ വ്യാപിച്ചു എന്ന് പറയണം. പേജ് നമ്പർ 86-87 ഇപ്പോൾ വായിച്ചത്. എയുടെ ലോകവ്യാപകമായ മിന്നലാട്ടം വെളിപ്പെടുത്തുന്ന അതുല്യമായ ഒരു ദൂരമുണ്ട്. 1937 ഞാനും ഡോക്ടർ ബോബും ആശങ്കയോടെ ഭാവിയിലേക്ക് നോക്കിയിരുന്ന ആ ദിവസത്തിൽ നിന്ന് അന്നത് വെറും ഒരു വായ്മൊഴി പദ്ധതിയായിരുന്നു. മൗത്ത് ടു മൗത്ത്. എബി എനിക്ക് തന്ന സുബോധത്തിന്റെ ഫോർമുലയാണ് ഞങ്ങൾ വാമൊഴിയായി പറഞ്ഞുകൊണ്ടിരുന്നത്. എയുടെ 12 പട്ടികകൾ എഴുതപ്പെട്ടിരുന്നു. എ ബുക്ക് എന്നൊരു ആശയം പോലും ഉണ്ടായിരുന്നില്ല. ലോകവ്യാപകമായ സേവനവും ഐക്യവും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. എയുടെ ആദ്യത്തെ ദേശീയ വികാസ പരിണാമം വന്നത് 1939 ആ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഫുൾട്ടൺ ഓസ്ലർ പത്രാധിപരായിരുന്ന ലിബർട്ടി മാഗസിനിൽ ഒരു ലേഖനം വന്നു. ലേഖനത്തിന്റെ പേര് മദ്യാസക്തനും ദൈവവും എന്നായിരുന്നു. അത് എഴുതിയത് മോറിസ് മർക്കിയാണ്. 800ഓളം വേവലാതി പൂണ്ട കത്തുകളാണ് അതിനെ തുടർന്ന് ഞങ്ങളുടെ ഓഫീസിലെത്തിയത്. ഞങ്ങൾ അതിനെല്ലാം മറുപടി അയച്ചു. Then came Mr. Rockefeller's dinner in 1940. It was followed by another large number of letters pleading for help. But the really big flood came in March 1941, when Jack Alexander's feature articles appeared in the Saturday Evening Post. A real Niagara then broke loose, and we were deluged with letters and with alcoholics by the thousands. ഈ സത്വര വളർച്ച എത്തിച്ചേർന്നത് അപായകരമായ ഒരു അനിശ്ചിതത്വത്തിലാണ്. ഐക്യം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ മുമ്പോട്ട് പോയത് യാദൃശ്ചിക ബന്ധങ്ങളിലൂടെയും കത്തുകളിലൂടെയും, ഒരു ബുക്കും ഒരു ലഘുലേഖയും അത്ര തന്നെ, പിന്നെ കുറെ യാത്രക്കാരും.
വെറും ലോലമായ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പായി പ്രവർത്തിക്കാനും ഒരുമിച്ച് നിൽക്കാനും കഴിയുമോ? അത് ഞങ്ങൾക്ക് മാത്രം ഉറപ്പുണ്ടായിരുന്നില്ല. മദ്യാസക്തിയുടെ 2-3 പേർ കൂടിച്ചേരുന്നത് തന്നെ വളരെ കടുപ്പമാണ്. This sudden growth ushered in a period of awful uncertainty. The big test of AS unity began in earnest. We were operating with only the benefit of casual contacts, travelers going from one place to another, letters from the office, one pamphlet, and one book. Could we want that slender basis from ourselves into groups that could function and hang together? We simply did not know. Alcoholics in twos and threes were tough enough. But if they were gathered in much larger groups than them, there had already been an ominous foretaste of the problem of mushrooming groups, quarrels over leadership, money membership clubs, exploitation of AI's names, panhandling, and even romancing. As the Saturday Evening Post, crop of alcoholics tried to form themselves into hundreds of new groups. The specters of disunity and collapse grew to frightening proportions. We could only do our best and leave the rest of God. അപ്പൊ 2-3 പേര് കൂടിച്ചേർന്നാൽ തന്നെ കടുപ്പമാണ്. പക്ഷെ അവർ കൂടുതൽ പേർ ഒത്തുചേർന്നാൽ മുൻവിധികളോടെ ഉൾഗുണങ്ങളാകും മുളച്ചു വരുന്ന ഉള്ളിലെ ഗുണങ്ങളാകും മുളച്ചു വരുന്ന ഗ്രൂപ്പുകളിൽ നേതൃത്വത്തിനായുള്ള വഴക്കുകൾ, പണം, മെമ്പർഷിപ്പ്, ക്ലബ്ബുകൾ, എയുടെ പേര് ചൂഷണം ചെയ്യൽ, പണാപകരണം, പ്രണയങ്ങൾ പോലും ഉണ്ടാകും. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ ഉൽപ്പന്നങ്ങളായി 100 കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടായി. അസമത്വങ്ങളും പതനങ്ങളും വിധം പെരുകി. നാം നമുക്കാകുന്നത് ചെയ്യുക, ബാക്കി ദൈവത്തിന് വിടുക. വലിയ പരീക്ഷണങ്ങൾക്ക് മുമ്പ് നമ്മുടെ ന്യൂയോർക്കിലെ ഒരു അംഗം റേ ഒരു വിപണന കോഴ്സ് പഠിക്കാൻ 1940-ൽ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയി. അസാധ്യമായ ഒരു തുടക്കമായിരുന്നത്. റേ ഒരു നിരീശ്വരവാദിയായിരുന്നു. അയാൾ അതിൽ തന്നെ നിന്നു. എന്നിരുന്നാലും അയാൾ വിശാല ഹൃദയനായിരുന്നു. Just before the big test fell upon us, one of our New York members named Ray W. went to San Francisco in 1940 to take a sales course. This was another one of those important beginnings. One second. Ask. Sunil is there. അപ്പൊ അടുത്തത് പറയുന്നത് എന്ന് വെച്ചാല് just before the big test fell upon us, one of our New York members named Ray W. went to San Francisco in 1940 to take a sales course. This was another one of those important beginnings. Ray had been an atheist and he still stuck on it. Nevertheless, he had been sober a couple of years and was broad-minded enough to take the AA book to San Francisco with him. We handed him a list of inquiries from that area, which had been contacted by mail only. When he got to San Francisco, Ray began calling up these people, and a few of them gathered at his hotel. He said to them, "Now, boys, this is AA. This AA is great stuff. It really saved my life. But there is one feature of it I don't like. I mean, this God business. So when you read this book, you can skip that part of it." 10 days later, Ray was on his way back east, leaving a shivering and divided group in his wake. അപ്പം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയപ്പോൾ AA ബുക്ക് അദ്ദേഹം എടുത്തു. ഞങ്ങൾ ആ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളുടെ ലിസ്റ്റ് അവന്റെ കയ്യിൽ കൊടുത്തു. കത്തിടപാടുകൾ മാത്രമേ നടന്നിരുന്നുള്ളൂ. സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയപ്പോൾ റേ അവരെയൊക്കെ വിളിച്ചു. അവർ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഒത്തുകൂടി. അദ്ദേഹം അവരോടായി പറഞ്ഞു, "നോക്കൂ കുട്ടികളെ, ഈ AA വലിയൊരു മുതൽക്കൂട്ടാണ്. സത്യത്തിൽ എന്റെ ജീവൻ അത് രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിലുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ കാര്യമാണ്. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമ്പോൾ ആ കാര്യം വേണമെങ്കിൽ വിട്ടുകളയാം." വിഭജിക്കപ്പെട്ട വിറയാറുന്ന ഒരു ഗ്രൂപ്പിനെ ഉണർത്തിവിട്ട ശേഷം 10 നാൾ കഴിഞ്ഞ് റേ കിഴക്കോട്ട് പോയി. But they soon found 2 wonderful friends, Mrs. Gordon Oram and Dr. Percy Poliak, a psychiatrist who had been impressed with the AA as he had seen it to work in Bellevue Hospital in New York, now at the San Francisco County Hospital.
Dr. Poliak gave the group his full support and he continued it ever afterward. Mrs. Oram had a boarder, Ted, for whom she had already obtained the AA book. She opened her flat for the first AA meetings late in 1939, where salesman raised contact forgathered with Ted. Ted never made the grade, but on John C. did, and he has stayed in the clear, clear ever since. Soon these were joined by Fred and Amy C, and a little bit later by King, Ned, and others. At this stage, there was plenty of slipping and backsliding, but encouraged by Mrs. Oram and Miss Dr. Poliak, the group somehow held together. പക്ഷെ അവർക്ക് വളരെ വേഗം രണ്ട് സുഹൃത്തുക്കളെ കിട്ടി, മിസ്സിസ് ഗോൾഡനും റേയും. ഡോക്ടർ പേഴ്സി പോളിയാക്ക് ന്യൂയോർക്കിലെ ബെലീവ് ഹോസ്പിറ്റലിൽ വെച്ച് മനസ്സിലാക്കിയ ആളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ കൗണ്ടി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഗ്രൂപ്പിന് എല്ലാവിധ സഹായവും നൽകി. അദ്ദേഹം അത് തുടരുകയും ചെയ്തു. മിസ്സിസ് ഒറാമിന് കൂടെ താമസിക്കുന്ന ഒരു താമസക്കാരനുണ്ടായിരുന്നു, ടെഡ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ബുക്ക് വാങ്ങിയത്. അവളുടെ ഫ്ലാറ്റ് മീറ്റിംഗിനായി തുറന്നു കൊടുത്തു. 1939 വിൽപ്പനക്കാരനായ റേയുടെ പഴയ ബന്ധത്തിൽപ്പെട്ടയാളായിരുന്നു ടെഡ്. ടെഡ് ഒരിക്കലും നമ്മുടെ നിലവാരത്തിലേക്ക് എത്തിയില്ല, പക്ഷെ ജോൺ സി നമ്മുടെ നിലവാരം പുലർത്തിയ സുബോധവനായി. അവർ പിന്നീട് ഫ്രെഡും ആമിയും ചേർന്ന്, സാവധാനത്തിൽ കിങ്, നെഡ് എന്നിവർ ചേർന്ന് ഇക്കാലത്ത് വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒറാമന്റെയും ഡോക്ടർ പോളിയാക്കിന്റെയും പ്രോത്സാഹനത്തിൽ ഗ്രൂപ്പ് എങ്ങനെയോ നിലനിന്നു. ഓക്കെടാ, ഒരു മിനിറ്റ്. അടുത്ത ഭാഗം From New York, we began writing letters to San Francisco, but the replies were sketchy and uncertain. At the end of a year, an alky lady appeared at our New York office on Versailles Street. She was a little tight and crying, though of course she exaggerated a bit. She said, "Bill, we have been going a whole year in San Francisco, and do you know that at Christmas time we were all drunk?" അപ്പോൾ ന്യൂയോർക്കിൽ നിന്നും ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കത്തുകൾ അയച്ചു, പക്ഷെ മറുപടികൾ അവ്യക്തവും അപൂർണവുമായിരുന്നു. ആ വർഷം അവസാനം ന്യൂയോർക്കിലെ വെസ്റ്റിംഗിലെ ഓഫീസിൽ മധ്യസ്ഥയായ ഒരു സ്ത്രീ പരിചയപ്പെട്ടു. അവൾ അല്പം പൂസിലായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. അല്പം അതിശോക്തിയായി കലർന്നാണെങ്കിൽ അവൾ പറഞ്ഞു, "ബിൽ, നിങ്ങൾക്കറിയാമോ, ഒരു വർഷം മുഴുവൻ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ നന്നായി പോവുകയായിരുന്നു. ക്രിസ്മസിന് ഞങ്ങൾ എല്ലാവരും കുടിച്ചു." കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 1951 സാൻ ഫ്രാൻസിസ്കോയിലെ ഒപ്പേറ ഹൗസിൽ വെച്ചാണ് ആൽക്കോളിക്സ് അനോണിമസിന് ലാസ്കർ അവാർഡ് നൽകപ്പെട്ടത്. Only few years later, in 1941, the Lasker Award was given to Alcoholics Anonymous in the San Francisco Opera House. On the night following the award presentation, there was an AA meeting and the huge place was packed. Sober alcoholics were practically hanging from the rafters. What once looked like a mighty pure acorn and produced a great oak. അവാർഡ് ദാനത്തിന് ശേഷം രാത്രിയിൽ ഒപ്പേറ ഹൗസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ വലിയ ഒപ്പേറ ഹൗസിൽ മീറ്റിംഗ്, ആ വലിയ ഹാളിൽ വെച്ച് അംഗങ്ങൾ യഥാർത്ഥത്തിൽ മീറ്റിംഗ് അറ്റ് ദ ഹ്യൂജ് പ്ലേസ് വാസ് പാക്ഡ്. അതായത് ആ ഒപ്പേറ ഹൗസിലെ എല്ലാ ഭാവവും പാക്ക് ചെയ്യപ്പെട്ടു. സോബർ ആൽക്കോൾസ് വെർ പ്രാക്ടിക്കലി ഹാങ്ങിങ് ഫ്രം ദ റാപ്റ്റേഴ്സ്. അംഗങ്ങൾ അങ്ങിങ്ങായി തൂങ്ങിക്കിടക്കുകയായിരുന്നു, പഴിക്കോലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് എഴുതിയിരുന്നത്. ഓക്കെ. ഒരിക്കലൊരു വിത്തായിരുന്ന ഓക്ക് എന്നൊരു വൻ മരമായിരിക്കുന്നു. 1944 ആദ്യം തന്നെ ഗ്രൂപ്പിൽ ചില പടക്കുതിരകൾ രംഗത്തെത്തി. നിക്ക് as early as 1940, the group had picked at steady wheel horses like Nick and Ray H and Warranty. അതായത് ചില പടക്കുതിരകൾ ലേക്ക് എത്തി. അവരുടെ പേരാണ് Nick and Ray H and Warranty. Other start had been made in the Bay Area, notably
by Nick at Auckland and by Vic Miam and Dr. P at Sacramento. അപ്പം മറ്റ് ചില തുടക്കങ്ങൾ ബേ ഏരിയയിലും നിക്ക് ഓക്ലാൻഡിലും മിസ്റ്റർ ഡിക്കും ഡോക്ടർ പിയും സ്കാർമനോസ്കയിലും തുടക്കം കുറിച്ചു. അടുത്തത് പേജ് നമ്പർ 59 ആണ്. This readied the area for the impact of Jack Alexander's piece in the Saturday Evening Post. It saw Warren at work in the Kaiser shipyard, where he became the first AA member to be employed as an alcoholic specialist by industry. And perhaps even more importantly, Warren and the others were able to start the first penitentiary group at San Quentin prison. By the time of the Lasker Award, the inspiring account of the founding of the first AA group behind the prison walls of San Quentin was a familiar story to most of our members. ജാക്ക് അലക്സാണ്ടറുടെ ലേഖനത്തിന്റെ അനന്തരഫലങ്ങളെ നേരിടാൻ ഇതൊക്കെ ആ പ്രദേശത്തെ യോഗ്യരാക്കി. കൈസർ ഷിപ്പ്യാർഡിൽ വാറൻ ഒരു വിദഗ്ധനായി നിയോഗിക്കപ്പെട്ടു. അത് മാത്രമല്ല, വാറനും കൂട്ടുകാർക്കും സാൻ കേസിൽ ജയിലിൽ ആദ്യത്തെ ജയിൽ ഗ്രൂപ്പ് തുടങ്ങാനായി. ലാസ്കർ അവാർഡ് ലഭിക്കുമ്പോൾ ആവേശകരമായ ഒരു കാര്യമായിരുന്നു. നമുക്ക് സാൻ കേനിൽ ജയിൽ ഗ്രൂപ്പ് തുടങ്ങാനായത് നമ്മുടെ അംഗങ്ങൾക്ക് അതൊരു വലിയൊരു കഥയായിരുന്നു. സാൻ ക്വന്റൈനിൻ enlightened and liberal warden Clinton T. Duffy had prior to 1942 given much thought to the urgent and pressing problem of prison and reform, including the special needs of the inmates imprisoned for crimes committed while drinking. As Warden Duffy said, the program he now proposed would include education, vocational training, medicine, psychiatry, and religion. But the alcohol did not seem to fit completely into this program. All the rest would not help him if the problem which drove him to drink were not solved. If every offender were to receive full advantage of the new program, then the alcoholic too much receive the assistance and understanding of all available knowledge and procedures. And in line with this new approach to rehabilitation, I looked upon Alcoholics Anonymous as a tool to help us rebuild lives. സാൻ ക്വന്റൈനിൽ ഉദാരമതിയായ വാർഡൻ ക്ലിന്റൺ ടി ഡഫി 1942 മുമ്പ് തന്നെ ജയിലിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് മദ്യപിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ കാര്യത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം കൊടുക്കണം, പരിശീലനം വേണം, വൈദ്യസഹായം വേണം, മനഃശാസ്ത്രം വേണം, മതം. പക്ഷെ മദ്യാസക്തർ ഇതൊന്നുമായി പൊരുത്തപ്പെടുന്നില്ല. കടിയിലേക്ക് വരെ എത്തിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല. എതിർത്തു നിൽക്കുന്നവർക്ക് ഒരു പുതിയ അറിവുകളുടെയും പദ്ധതികളുടെയും പ്രയോജനം ലഭിക്കും. ജീവിതങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരു ഉപകരണം എന്ന നിലയിൽ ഞാൻ ആൽക്കോളിക്സ് അനോണിമസിലേക്ക് നോക്കുന്നത്. ഹാർഡഡ് ബിഫിയുടെ സഹായത്തിനായി വാറനും സാൻ ഫ്രാൻസിസ്കോയിലെ മറ്റംഗങ്ങളും ചേർന്നതോടെ 1942 ജയിലിലെ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടായി. ഹാർഡൻ ഡഫി പിന്നീട് പറഞ്ഞു, പുറത്തുനിന്ന് അംഗങ്ങളുടെ സഹായം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ സാൻ കെന്റിലെ ആൽക്കോളിക്സ് അനോണിമസിന്റെ അധ്യായം തീർച്ചയായും പരാജയപ്പെട്ടു പോയതുപോലെ തന്നെ മദ്യാസക്തരായ ജയിൽ അന്തേവാസികളുടെ ഉറച്ച നിലപാടും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായതും സഹായം വേണമെന്ന് അവർക്ക് തോന്നിയതുമാണ് തുടക്കത്തിൽ തന്നെ നിലച്ചു പോകുമായിരുന്ന ഒരു ഗ്രൂപ്പിനെ നിലനിർത്തിയത്. To Warden Duffy said came Warden and other members in the San Francisco area, and thus began the pioneering of AA's first prison group in 1942. As Warden Duffy has since said, had it not be for the regular help and understanding given by our AA friends outside, the San Quentin chapter of Alcoholism would most assuredly has failed. And by the same token, if it had not been for the persistence of the first group of alcoholics inmates who released their serious problem and their need for help, we could never have continued beyond the first few meetings. ലോസ് ഏതൻസിലുള്ള ലിയോ ആണ് സാൻകോയിനിൽ തുടങ്ങിയാൻ കാരണമായത്. അദ്ദേഹത്തോടൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലെ അംഗങ്ങളും ചേർന്നു. അതുപോലെ റിക്കാർഡോ എന്ന അന്തേവാസിയും തുടർച്ചയായി സഹായിച്ചു. But even with such enthusiasm and willingness, there were formidable
problems to solve. The establishments of regular AA meetings would mean Put something on. okay. Mean carloads of AIs from the outside running in and out of prison. It would probably draw the ridicule of other prisoners, those penologists who still thought hard-boiled methods to be the only way, and those skeptics who thought AI only a useless fad would shake their heads. It would mean large gatherings of prisoners unattended by guards. The risks were great, but a warden Duffy took them, and his faith was justified. A soon won the respect of other prisoners, and many of them, although non-alcoholic, wanted to join up anyhow. The moral of what was now a really progressive institution hit a new high. AS came and went freely. The meetings had only one guard stationed outside the meeting room, who was there mainly to care for the needs of the outside AA visitors at the meeting. പക്ഷെ വലിയ ഉത്സാഹവും സന്മനസ്സും ഉണ്ടായിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ടായിരുന്നു. AA മീറ്റിംഗ് പതിവാകുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് AA അംഗങ്ങൾ പതിവായി ജയിലിൽ വന്നു പോകും. മറ്റ് അന്തേവാസികളാൽ കളിയാക്കപ്പെടാൻ ഇത് ഇടയാക്കും. കടുത്ത നടപടികൾ വേണമെന്ന് വാദിക്കുന്ന കുറ്റവിദഗ്ധർ AA ഒരു പാഴ്ശ്രമമാണെന്ന് പറഞ്ഞ് നെറ്റിച്ചുളിക്കും. ഇതൊക്കെ കുറ്റവാളികളെ കയറൂഴി വിടാൻ ഇടയാക്കുമെന്ന വലിയ അപകട സാധ്യതകൾ വിളിച്ചു വരുത്തും. പക്ഷേ വാറൻ ഡഫി അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വിശ്വാസം നീതീകരിക്കപ്പെട്ടു. AA വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുത്തു. മദ്യാസക്തരല്ലാത്തവർക്ക് പോലും അതിൽ ചേരാൻ തയ്യാറായി. ഉയർന്ന ധാർമ്മികത സ്ഥാപനത്തിൽ ഉയർന്ന സ്ഥാനം നേടി. ഏയക്കാർ സ്വതന്ത്രരായി ജയിലിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. മീറ്റിങ്ങുകളിൽ ഒരു കാവൽക്കാരൻ മാത്രമാണ് മേൽനോട്ടത്തിനെത്തിയിട്ടുണ്ടാകുക. അയാൾ പുറത്തു നിൽക്കുകയും അയാളാകട്ടെ അതിഥികളായ അംഗങ്ങളുടെ സഹായത്തിനും നിൽക്കുന്നു. When the parole figures on alcoholic prisoners suddenly dropped off from the usual 80% return to prison to a spectacular 20% and held that way, skeptics were everywhere convinced. Thus, this piece of pioneering made a history. More than 300% groups have since been established behind prison walls. We know for sure that thousands of former inmates are today making the grade on the outside. പരോളിൽ ഇറങ്ങിയെത്തുന്ന മദ്യാസക്തരുടെയും കുറ്റവാളികളുടെയും എണ്ണം 80% നിന്ന് പെട്ടെന്ന് 20% താണു. അവിശ്വാസികളിൽ കൂടുതൽ വിശ്വാസികളായി. എയുടെ ആദ്യകാല ചരിത്രമാണിത്. 300ഓളം ഗ്രൂപ്പുകൾ ജയിലറകളിൽ സാധ്യമായി എന്ന് നമുക്കറിയാം. ഇന്ന് ആയിരക്കണക്കിന് അന്തേവാസികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്താണ്. Warren just mentioned as one of the originators of the first Jefferson group, was also the earliest pioneer of AS and industry. At the time of the present venture, he was employed at the nearby Kaiser shipyard to look after the alcohol problem there. Though his success was notable, it was only a starter. A few years later, he and his AA wife Alice Hard pursued the top management of one of America's leading railroads that something could be done in their offices and out of the lines for affected workers. This was perhaps the understatements of the year. Still on the job today, Warren and Alice can count recoveries among their railroad friends by the hundreds, and it is surely no coincidence that their road has meanwhile achieved an unsurpassed safety record. It is certain that other carriers will one day make use of this outstanding model for the rehabilitation of their alcoholic workers. മദ്യാസക്തരല്ലാത്തവർക്ക് പോലും അതിൽ ചേരാൻ തയ്യാറായി. ഉയർന്ന ധാർമ്മികത സ്ഥാപനത്തിൽ ഉയർന്ന സ്ഥാനം നേടി. ഏയക്കാർ സ്വതന്ത്രരായി ജയിലിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. മീറ്റിങ്ങുകളിൽ ഒരു കാവൽക്കാർ മാത്രമാണ് മേൽനോട്ടത്തിലുണ്ടാവുക. അയാൾ പുറത്തു നിൽക്കുകയും ചെയ്യും. അയാളാകട്ടെ അതിഥികളായി വരുന്ന ഏയ അംഗങ്ങളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ പരോളിൽ ഇറങ്ങിയുന്ന കുറ്റവാളികൾ 80% ആളുകളും പുറത്തിറങ്ങുമ്പോൾ 20% മാത്രമാണ് പിന്നീട് തിരിച്ച് ജയിലുകളിൽ എത്തിയത്.
വാറൻ ജയിലുകളിലെ എയുടെ ആരംഭകരിൽ ഒരാളാണെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ വ്യവസായശാലകളിലേതും. ജയിലിലെ സാഹസിക സംരംഭങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ പേസർ ഷിപ്പ്യാർഡിലെ മദ്യപാന പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസും അമേരിക്കയിലെ പ്രമുഖ റെയിൽറോഡ് മാനേജ്മെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഓഫീസുകളിലും ലൈനുകളിലുമുള്ള മദ്യാസക്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ഈ വർഷം ഒട്ടും അതിശോക്തിപരമല്ലായിരിക്കാം. വാർഡനും ആലീസിനും അവരുടെ റെയിൽ റോഡുകളിൽ നൂറുകണക്കിന് സുഹൃത്തുക്കളെ സുബോധത്തിലെത്തിക്കാൻ കഴിഞ്ഞു. റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡ് ഇട്ടത് ഒരിക്കലും യാദൃശ്ചികമല്ല. ബിഫോർ റിട്ടേണിംഗ് ടു ദ ഒരിക്കൽ മറ്റുള്ളവരും അവരുടെ മധ്യാസക്തരായ ജോലിക്കാരുടെ പുനരധിവാസത്തിന് ഇത് മാതൃകയാക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ബിഫോർ റിട്ടേണിംഗ് ടു ദ ആഫ്റ്റർമാത്ത് ഓഫ് ദ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് പീസ്, ലെറ്റ്സ് ജേർണി ഡൗൺ ദ കോസ്റ്റ് ടു ലോസ് ആഞ്ചലസ്. Just before the big book came out in 1939, we had made a pre-publication mimeographed copy of it. 400 of the books in this form were circulated among all kinds of people so that we could correct errors and get suggestions for important improvement. Late in that year, I made a business trip to Cleveland and handed one of the mimeograph to a friend who was an attorney. He happened to be the attorney for a wealthy young Clevelander who then lived on the coast. Over he had been drinking himself into one dilemma after another. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് ലേഖനത്തിന്റെ അനന്തരഫലങ്ങൾ കാണുന്നതിന് മുമ്പ് നമുക്ക് ലോസ് ആഞ്ചലസിലെ തീരദേശങ്ങളിലേക്ക് പോകാം. 1939 ബിഗ് ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിന്റെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ തരം 400 കോപ്പികൾ വിതരണം ചെയ്തിരുന്നു. തെറ്റുകൾ തിരുത്താനും നിർദ്ദേശങ്ങൾ ലഭിക്കാനുമാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ആ വർഷം അവസാനം ഞാൻ ബിസിനസ് ആവശ്യത്തിന് ക്ലീവ്ലാൻഡിൽ പോയപ്പോൾ എന്റെ സുഹൃത്തായ ഒരു അറ്റോർണിക്ക് ഒരു കോപ്പി നൽകിയിരുന്നു. ഇയാളാകട്ടെ ധനികനായ ഒരു ക്ലീവ്ലാൻഡുകാരന്റെ അറ്റോർണിയായിരുന്നു. അയാളാകട്ടെ തീരദേശത്ത് കുടിയിൽ നിന്ന് കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. My lawyer friend sent him the pre-publication copy of the big book and he gobbled it up. He insisted on going straight to Akron, where he placed himself under the tutelage of Dr. Bob and the benign influence of Ali G, in whose home he lived for a time. His ex-wife K.N.M. was not an alcoholic, but she turned up in New York, full of enthusiasm about AA for itself. She was inspired within the same spirit which is found in the family groups of today. നമ്മുടെ സുഹൃത്തായ വക്കീല് പ്രീ പബ്ലിക്കേഷൻ കോപ്പികളിലൊന്ന് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതാകട്ടെ അദ്ദേഹം അപ്പാടെ വിഴുങ്ങി. അയാൾ നേരെ അക്രോണിലേക്ക് പോയി ഡോക്ടർ ബോബിന്റെ രക്ഷാകർതൃത്വം സ്വീകരിച്ചു. അതുപോലെ ഭയാലുവായ ജീവാലാസിന്റെ വീട്ടിൽ കുറച്ചുനാൾ താമസിച്ചു. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ കേന ന്യൂയോർക്കിൽ പ്രത്യക്ഷപ്പെട്ടു. അവൾ മദ്യാസക്തി ആയിരുന്നില്ലെങ്കിലും പക്ഷേ എയിൽ വലിയ താല്പര്യം കാണിച്ചു. ഈ താല്പര്യമാണ് പിന്നീട് അലനോൺ ഫാമിലി ഗ്രൂപ്പുകളിൽ കാണപ്പെട്ടത്. She took a boat to the west coast and presently landed at Los Angeles. And the next thing we knew, she had looked up Johnny House of the city's probation department. He had plenty of drunks on his hands, both hospital inmates and paroles. Johnny had been laboring hard with his charge, but to little avail when he was shown the book Alcoholism Anonymous and was told that Kane had seen at the twin makers of Akron and New York. He came more hopeful and asked Kea to join forces with him, but with certain reservations. Johnny had been returning instruction classes for his alcoholic customers on a strictly psychological basis. Know yourself and be free was the idea. The AA book was a revelation to him, but it was a revelation he did not much like at first. He could not go for that. Surrendered to the higher power business. The spiritual side of AA simply was not for Johnny. അവിടെ ഒരു ബോട്ട് എടുത്ത് പടിഞ്ഞാറോട്ട് പോയി ലോസ് ആഞ്ചലസിൽ ഇറങ്ങി. പിന്നീട് അവൾ പ്രൊബേഷൻ വകുപ്പിലെ ജോണി ഹോവാസിനെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് ധാരാളം മദ്യാസക്തരുണ്ടായിരുന്നു. പരോളിലിറങ്ങിയവരും ആശുപത്രിയിൽ കിടക്കുന്നവരുമായ ജോണി കഠിനമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അവരെ രക്ഷിക്കാൻ. പക്ഷെ കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല. കെ അദ്ദേഹത്തെ ആൽക്കോളിസം അനോണിമസ് എന്ന പുസ്തകത്തെക്കുറിച്ച് പറയുകയും ഇരട്ട മക്കയായ അക്രോണിനെ കുറിച്ചും ന്യൂയോർക്കിനെ കുറിച്ചും കണ്ട കഥയും പറഞ്ഞപ്പോൾ ജോണിന് അതിൽ താല്പര്യപ്പെട്ടു.
ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ കെയോടൊപ്പം ചേരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ജോണി തികച്ചും മനഃശാസ്ത്രപരമായി അദ്ദേഹത്തിற்கு നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. നിങ്ങളെ അറിയുക, സ്വതന്ത്രരാകുക, അതായിരുന്നു ആശയം. എ ബുക്ക് അദ്ദേഹത്തിന് ഒരു വെളിപാടായിരുന്നു. പക്ഷെ ഈ വെളിപാട് അദ്ദേഹം ആദ്യം ഇഷ്ടപ്പെട്ടില്ല. വലിയ ശക്തിക്ക് കീഴടങ്ങുന്ന പരിപാടി അദ്ദേഹത്തിന് അത്ര പിടിച്ചില്ല. എയുടെ ആത്മീയ വശം യഥാർത്ഥത്തിൽ ജോണിക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. The spirit said by A simply was not for Johnny. അടുത്തത് പേജ് നമ്പർ 92. Legend has it that he and Kay compromised. Johnny would continue his lecture to inmates as before, but he and Kay would try out certain AI ideas on some of the parolees. The prospectors were told that they could try Kay's ideas or Johnny's or both. Of course, this sort of approach was not exactly orthodox AI, nevertheless it produced some result. For example, certain well-known residents of Los Angeles and vicinity because of their drinking had fallen into the hands of the law and then onto Johnny's hands on parole. Some of them began to take notice of the new dispensation as offered by Kay and Johnny. Halles was the very first. He was later to become the founder of the San Diego group. Others who came in the same way were Marshall B., Barney B., and Dr. Forisach, the later to become a marathon tall stepper around Los Angeles in after years. With this much accomplished, Kay and Johnny had made a definite start in Los Angeles, and we want to record our thanks to those two non-alcoholic for all they did for us. പിന്നീട് കേട്ടത് കെയും ജോണിയും പൊരുത്തപ്പെട്ടു. ജോണി പഴയതുപോലെ അന്തേവാസികളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹവും കെയുടെ ചില ആശയങ്ങൾ കുറ്റവാളികളിൽ പരീക്ഷിച്ചു നോക്കി. അവർക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഈ ആശയം കെയുടെ ആശയം സ്വീകരിക്കാം, അല്ലെങ്കിൽ ജോണിയുടെ ആശയം, അഥവാ അവ രണ്ടും സ്വീകരിക്കാം. ഈ സമീപനം എയുടെ യഥാർത്ഥ രീതിയല്ല, പക്ഷെ ചില ഫലങ്ങൾ ഉളവായി. ഉദാഹരണത്തിന് ലോസ് ആഞ്ചലസ് പരിസരത്തെ ചില പ്രമുഖരുടെ കുടി നിയമത്തിന് മുന്നിലെത്തി. അതുവഴി ജോണിയുടെയും കെയുടെയും പരിപാടികളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിലുള്ള ഒരാളായിരുന്നു എസ് ഹാൾ. അയാളാണ് സാൻഡിഗോയിലെ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. അതേ വഴിയിൽ വന്ന മറ്റുള്ളവരാണ് മാർഷൽ, ബാണി, ഡോക്ടർ ഫോറസ്റ്റ് തുടങ്ങിയവർ. അവസാനം പറഞ്ഞയാൾ വരുന്ന വർഷങ്ങളിൽ ലോസ് ആഞ്ചലസിലെ മാരത്തോൺ 12-ാം പടി പ്രവർത്തകനായി മാറി. കെയും ജോണിയും തീർച്ചയായും ലോസ് ആഞ്ചലസിലെ ഒരു തുടക്കം കുറിക്കാനും അത് നമ്മുടെ ഒരു സ്ഥലമാവുകയും ചെയ്ത നിലയിൽ അവർക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. Meanwhile, and we want to record our thanks to them. Okay. Meanwhile, that New York office notified the cost of the coming of Chuck, an artist and his wife Lee, who at the time was the AA member of the family. The first alcoholic to arrive from the East. Lee was a real eager beaver. She and Chuck came to Los Angeles just in time to attend the first of the so-called home meetings. This particular gathering was held at a case place on Benicia Avenue on December 19, 1939. It included Kay and Johnny, Lee and Chuck, and a number of prospectors. Lee agreed with the Kay on stressing the spiritual aspect of the AA program. So a chapter from the AA book was read at this meeting. Johnny gave his lecture and delivered a medical paper on alcoholism. For the next few weeks, meetings of this character were held in one home after another. Kay and Lee were for the higher power, and Johnny was still for psychology only. അപ്പോ ആ സമയത്ത് അവസാനം അയാൾ ഡോക്ടർ ഫോറസ്റ്റ് ഒരു 12-ാം പടി പ്രവർത്തകനായി മാറി. കെയും ജോണിയും തീർച്ചയായും ലോസ് ആഞ്ചലസിൽ ഒരു തുടക്കം കുറിക്കാനും അത് എയുടെ സ്ഥലമായി മാറ്റുകയും ചെയ്തു. അവർക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. മദ്യാസക്തരല്ലാതിരുന്ന അവർ ചെയ്ത സേവനത്തിന്. അതേസമയം എയിലെത്തിയ ആർട്ടിസ്റ്റായ ചക്കിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ ലീയുടെയും വില ന്യൂയോർക്കിലെ ഓഫീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് ലീ ആയിരുന്നു ആ കുടുംബത്തിലെ എ അംഗം. കിഴക്കുനിന്നുള്ള ആദ്യത്തെ ആളായിരുന്നു അദ്ദേഹം.
ലീ ഒരു സൂക്ഷ്മ ദൃക്കായിരുന്നു. ആ കാലത്ത് വീടുകളിൽ ചേരുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് അവളും ചക്കും ലോസ് ആഞ്ചലസിൽ വന്നത്. ഒരു പ്രത്യേക യോഗം നടന്നത് കെയുടെ സ്ഥലത്ത് ബിനീഷ്യ അവന്യൂവിലാണ്. 1939 ഡിസംബർ 19 അത്. ഇതിൽ കെയും ജോണിയും ലീയും ചക്കും അനവധി അഭ്യുദയ കാഴ്ചകളും ഉണ്ടായിരുന്നു. കെയും ആത്മീയ കാര്യങ്ങളിൽ ഊന്നൽ നൽകുന്നതിൽ കെയോട് ലീ യോജിച്ചു. അതുകൊണ്ടാണ് ബിഗ് ബുക്കിൽ നിന്നുള്ള ഒരു അധ്യായം യോഗത്തിൽ വായിച്ചു. ജോണി ഒരു പ്രഭാഷണം നടത്തുകയും മദ്യാസക്തിയെ പറ്റിയുള്ള ഒരു മെഡിക്കൽ പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്തു. For the next few weeks, meetings of this character were held in one home after another. Kay and Lee were for the firepower, and Johnny was still for psychology only. അടുത്ത ആഴ്ചകളിൽ ഇത്തരം മീറ്റിംഗുകൾ തുടർന്നു. കെയും ലീയും വലിയ ശക്തിയിലും ജോണി അപ്പോഴും മനഃശാസ്ത്രത്തിലും വിശ്വസിച്ചു. At about this time, Lee secured some publicity in the Los Angeles papers, which brought in more prospectors and finally led to AA's friendship with Ted Lee for Berthon, a prominent Los Angeles columnist whose subsequent articles did a far-reaching job for us. അപ്പോൾ ലോസ് ആഞ്ചലസിലെ പത്രങ്ങളിൽ ലീക്ക് ചില പ്രചാരങ്ങൾ ലഭിക്കുകയും അതുവഴി കൂടുതൽ ആളുകൾ എയുടെ സുഹൃത്തുക്കളാകുകയും ലോസ് ആഞ്ചലസിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തനായ ടെഡ് ലിസോർത്തോൺ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുകയും അതുവഴി ദൂരവ്യാപകമായ ഫലങ്ങൾ എക്ക് ലഭിക്കുകയും ചെയ്തു. അടുത്ത പേജ് 93. As was to be expected, this little pioneering group had many difficulties, both personal and doctrinal. Frantic letters from the several contestants poured into our one-room quarters in New York. Finally, Lee began to drink. She called upon Johnny to hospitalize her and was about in a few days. This was, however, a very heavy jolt to everyone. But the group nonetheless survived for the time being. Lee and Chunk then returned east to live happily, and both of them soberly ever since. While all this was going on, Denver resident named Mort J. had bought the AA book in September of 1939. Without even looking through the volume, Mort dropped it into his suitcase and set off on a spree that lasted several weeks. He finally came to himself at Palm Springs and discovered the AA book in his luggage. Shaking violently, he began to read. This was sometimes in November 1939, and he has never had a drink since. Mort was a book convert, pure and simple. In March 1940, Mort moved to Los Angeles. He looked up the Benicia group and found that it had just about fallen apart. Yet, while stalwart like Hall and Dr. H were rarely seen, K was downright discouraged and said she was going to Honolulu. Just as she felt that she gave more a small list of prospects that hadn't yet been visited. That first hand candle at Los Angeles as flickering, but it never quite went out. Mort got busy at once on Kale's list and promptly turned up a customer named Cliff W. This one grabbed for the list lifeline, and he soon sobered up for good. At his own expenses, Mort hired a meeting place at Los Angeles Cecil Hotel. Right then, another brook convert, Frankar, put in his appearances, a real Santorian commuter. Frank had read the AA book in Arizona and had, at the suggestions of the New York headquarters, rushed to Los Angeles and to see if what it said was really true. The founding trio soon enlarged the Cecil meeting. Mort insisted on a reading from chapter 5 of the AA book at the start of every session. This family established a custom for which AA on the West Coast is now notable, and it put the Cecil group on a foursquare AA basis. Page number 94. The debate whether the meeting was to center around psychology or around God as we understood him was at the end. The first solid foundation of AA in Southern California was thus built. In fact, the Cecil Hotel meeting after a while became known as the Los Angeles Mother Group. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത്
ലോസ് ആഞ്ചലസിലെ പത്രങ്ങളിൽ ലീക്ക് ചില പ്രചാരങ്ങൾ ലഭിക്കുകയും ലോസ് ആഞ്ചലസിലെ പ്രമുഖ പത്രപ്രവർത്തകനായ ടെഡ് ലെസർത്തോൺ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. അതുവഴി എഐക്ക് ചില ഫലങ്ങൾ ലഭിച്ചു. നാം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ആദ്യകാല ചെറുപ്പ് ഗ്രൂപ്പുകൾക്ക് പല വിഷമങ്ങളും ഉണ്ടായിരുന്നു. വ്യക്തിപരവും താത്വികവും നിരവധിയുമായ അന്വേഷകരിൽ നിന്നുള്ള തിരക്കിട്ട കത്തുകൾ ന്യൂയോർക്കിലെ ഒറ്റമുറി ഓഫീസിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവസാനം ലീ കുടി തുടങ്ങി. ജോണിയോട് പറഞ്ഞത് അവൾ ഒരു ആശുപത്രിയിൽ പ്രവേശിച്ചു. പക്ഷെ അത് എല്ലാവരിലും ഞെട്ടലാണ് ഉളവാക്കിയത്. പക്ഷെ ഗ്രൂപ്പ് എല്ലാം അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോയി. ലീക്കും ചക്കിനും കിഴക്കോട്ട് പോയി സുഖമായി ജീവിച്ചു. രണ്ടുപേരും സുബോധവാന്മാരായി തുടരുക തന്നെ ചെയ്തു. ഇതെല്ലാം നടക്കുമ്പോൾ ഡെൻവറുകാരനായ മോർച്ചെ 1939 സെപ്റ്റംബർ മാസത്തിലെ ഒരു ബിഗ് ബുക്ക് വാങ്ങിക്കൊണ്ടുവന്നു. അത് തുറന്നു പോലും നോക്കാതെ ഒരു സൂട്ട് കേസിലേക്ക് ഇട്ട് അയാൾ കുടി തുടങ്ങി. അത് ആഴ്ചകൾ നീണ്ടിരുന്നു. അവസാനം അയാൾ പാംസ്കയൻസിൽ എത്തിയപ്പോൾ അയാളുടെ ലഗേജിൽ പുസ്തകം അയാൾ കണ്ടു. 1940 മോർട്ട് ലോസ് ആഞ്ചലസിലേക്ക് മാറി ബെനീഷ്യ ഗ്രൂപ്പ് നിലംപതിക്കാൻ പോകുന്നത് അയാൾ കണ്ടത്. എസ് വെസ്റ്റിലെ കരുത്തരായ ഹാളിനെയും ഡോക്ടർ എച്ചിനെയും കാണാനുണ്ടായിരുന്നില്ല. കെ തീർത്തും നിരാശയായിരുന്നു. അവൾ ഹോണോലുലുവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അവൾ പോകുന്നതിന് മുമ്പ് ചുരുക്കം ചിലരുടെ ഒരു ലിസ്റ്റ് മോർട്ടിന് നൽകുകയും ചെയ്തു. അവർ അവരെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നില്ലാത്ത ആളുകളുടെ ലിസ്റ്റ് ആയിരുന്നു അത്. അതായത് ലോസ് ആഞ്ചലസിലെ ആദ്യത്തെ തിരി മങ്ങിയിരിക്കുകയായിരുന്നു. പക്ഷെ അത് കെട്ടിരുന്നില്ല. കെയുടെ ലിസ്റ്റുമായി മോർട്ട് തിരക്കിലായി. അങ്ങനെ ക്ലിഫിനെ കണ്ടുമുട്ടി. അയാൾ ജീവന് വേണ്ടി പരുതുകയായിരുന്നു. നല്ല കാലത്തിനായി അയാൾ സുബോധവനായി മാറി. സ്വന്തം ചെലവിൽ മോർട്ട് ലോസ് ആഞ്ചലസിൽ സെസിൽ ഹോട്ടലിൽ മീറ്റിംഗ് സ്ഥലം വാടകയ്ക്കെടുത്തു. പുസ്തകത്തിലൂടെ പരിവർത്തനം വന്ന ഫ്രാൻകാർ ഉടൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്ഥിരം സാനിറ്റോറിയം സന്ദർശകനായ ഫ്രാങ്ക് അരിസോണയിൽ വെച്ച് എ ബുക്ക് വായിക്കുകയും ന്യൂയോർക്കിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇതൊക്കെ നേരാണോ എന്നറിയാൻ ലോസ് ആഞ്ചലസിലേക്ക് കുതിച്ചതാണ് അയാൾ. ഈ സംഘം സെസിൽ മീറ്റിംഗിൽ വിപുലമാക്കി. ഒരു സെക്ഷനിലും ആദ്യം എ ബുക്കിലെ 5-ാമത്തെ അധ്യായത്തിലുള്ള നിന്നുള്ള വായന വേണമെന്ന് മോർട്ട് നിർദ്ദേശിക്കാൻ തുടങ്ങി. സെസിൽ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ഈ മാതൃകയാണ് പടിഞ്ഞാറൻ ഗ്രൂപ്പുകൾ പതിവാക്കി മാറ്റിയത്. മീറ്റിംഗ് മനഃശാസ്ത്രത്തിലോ നാം മനസ്സിലാക്കുന്ന ദൈവത്തിലോ കേന്ദ്രീകരിക്കേണ്ടത് എന്ന തർക്കം അതോടെ അവസാനിച്ചു. അങ്ങനെ തെക്കൻ കാലിഫോർണിയയിൽ എഐക്ക് ഉറപ്പുള്ള അടിത്തറയായി മാറി. തത്വത്തിൽ സെസിൽ ഹോട്ടലിലെ ഗ്രൂപ്പ് ലോസ് ആഞ്ചലസിലെ മാതൃ ഗ്രൂപ്പായി മാറി. മദർ ഗ്രൂപ്പ്. From New York, we tried hard to keep Los Angeles in good cheer and advice. The AA book became their mainstay, even their Bible. They were not CA sober. Experienced AA member from outside their area for a long while to come. Once they plentifully wrote us, well, we have got a lot of people sober out here, but we do sometimes wonder if anybody is sober east of the Rocky Mountains. We haven't seen a single Easterner who is really dry. They have all been drunk, every one of them. Led by Mort, the 3 elders continued to push on, and so did their wives. Mort's wife, Frances, backstopped the huge amount of 12-step work that Mort began to do. Frank was at times laid low by a recurring fever, and his wife Eleanor would take over his prospectus and carry on this large correspondence with the New York office. When in the following year the Saturday Evening Post article appeared, Cliff had a telephone installed in his home under the AA name in order to handle the enormous demand for quick help. Cliff's wife Dorothy carried this load of work to a point of their complex executions. The efforts of the six, while always we will remembered in the annals of Alcoholics Anonymous. The Saturday Evening Post piece not only brought in large numbers of new members, it also added several scores of magnificent workers of all kinds of and conditions. Never could Los Angeles has proposed at it with their labor over the years to follow. It is regrettable that in the limited range of this book, we cannot detail all their wonderful services. Now, let us return once more the aftermath of the Saturday Evening Post article. Louis and I visited Los Angeles sometimes in 1943, and the groups called a meeting in the American Legion Hall. When I peered out from behind the curtain, I saw thousands of people sitting there. It was incredible. Here was evidence that AA could cross the seas and mountains
pretty much on its own. In the future, non-alcoholic messenger in the flesh might be needed at all. പേജ് നമ്പർ 95 വരെ എത്തി. അപ്പം ലോസ് ആഞ്ചലസിലുള്ള ബന്ധം നല്ല നിലയിലായിരുന്നു. ലോസ് ആഞ്ചലസിലുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും ന്യൂയോർക്ക് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ മുഖ്യധാരാ മാർഗം എ ബുക്കും തന്നെയായിരുന്നു. അവരുടെ ബൈബിളായിരുന്നു എ ബുക്ക്. അവരുടെ പ്രദേശത്തിന് പുറത്തുനിന്ന് പരിചയസമ്പന്നരായ ഒരു അംഗത്തെ ഇനിയും അവർ കണ്ടെത്തിയിട്ടില്ല. ഒരിക്കൽ അവർ തുറന്നെഴുതി, ഇവിടെ ധാരാളം പേർ സുബോധത്തിലെത്തിയിരുന്നു, പക്ഷെ റോക്കി പർവ്വത നിരകളുടെ കിഴക്ക് ഭാഗത്തു നിന്ന് ആരും തന്നെ സുബോധത്തിലെത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സുബോധവനായ ഒരു പൗരസ്ത്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ കുടിക്കുകയാണ് എല്ലാവരും. മോർട്ടിന്റെ നേതൃത്വത്തിൽ ആ 3 മുതിർന്നവർ മുന്നോട്ട് പോയി. അങ്ങനെ തന്നെ അവരുടെ ഭാര്യമാരും. മോർട്ട് ചെയ്യാൻ തുടങ്ങിയ ബൃഹത്തായ 12-ാം പടി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഫ്രാൻസിസ് തുടർന്നുകൊണ്ടേയിരുന്നു. ഫ്രാങ്ക് പലപ്പോഴും പനി പിടിച്ച് കിടപ്പിലാകും. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ എലനോർ നേതൃത്വം ഏറ്റെടുക്കുകയും ന്യൂയോർക്കിലേക്കുള്ള കെട്ടുകണക്കിന് കത്തുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. വരുന്നവർ വർഷങ്ങളിൽ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് ലേഖനം വന്നപ്പോൾ എയുടെ പേരിൽ ക്ലിഫിന്റെ വീട്ടിൽ ഒരു ഫോൺ സ്ഥാപിച്ചു. കൂടി വരുന്ന സഹായ അന്വേഷണങ്ങൾ പരിഹരിക്കാനായിരുന്നു അത്. ക്ലിഫിന്റെ ഭാര്യ ഏറ്റെടുത്ത ഈ ഭാരിച്ച ജോലി അവൾ തളരുന്ന അവസ്ഥയിൽ എത്തിച്ചു. ഈ 6 പേരുടെ പ്രവർത്തനങ്ങൾ എയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കും. സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റ് ധാരാളം അംഗങ്ങളെ മാത്രമല്ല, വിവിധ തരത്തിലും അവസ്ഥയിലുമുള്ള അനേകം പ്രഗത്ഭരായ ജോലിക്കാരെയും നേടിത്തന്നു. അവരുടെ സേവനങ്ങളില്ലാതെ ലോസ് ആഞ്ചലസിൽ ഇത്രമാത്രം പുരോഗതി ഉണ്ടാകുമായിരുന്നില്ല. അതെല്ലാം രേഖപ്പെടുത്താൻ പരിമിതമായ സ്ഥലപരിമിതിയുള്ള ഈ ബുക്കിൽ എനിക്ക് സാധ്യമല്ല. നമുക്ക് ഒരിക്കൽ കൂടി സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റിന്റെ അനന്തരഫലങ്ങളിലേക്ക് പോകാം. 1943 ഞാനും ലൂയിസും ലോസ് ആഞ്ചലസ് സന്ദർശിച്ചു. ഞങ്ങൾ അവിടെ അമേരിക്കൻ ലീജിയൻ ഹാളിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. ഞാൻ കട്ടന് പിന്നിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ 1000-ഓളം ആളുകൾ അവിടെ ഇരിക്കുന്നു. ഇത് അവിശ്വസനീയമായിരുന്നു. എക്ക് സ്വന്തം കടലുകളെയും പർവ്വതങ്ങളെയും കടന്നു പോകാനാകുമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഭാവിയിൽ സന്ദേശവാഹകനായി മദ്യാസക്തൻ തന്നെ പോകണമെന്നില്ല. തിരക്കുകളും വളർച്ചകളും ലോസ് ആഞ്ചലസിന് നൽകിയ വേദനകൾ ഭയാനകമായിരുന്നു. വിഭ്രാന്തിയും ഗതിവേഗവും നിലനിർത്താൻ അസാധ്യമായി തോന്നി. The rush and resulting growing pains in Los Angeles had been appalling. It seemed impossible that they could have stood the confusion and the place. Before this first visit was over, I began to wonder if they could continue to bear up under it. Yet in 1950, only 7 years later, I spoke to an AA audience in the Shrine Auditorium, where 7,000 members and their families were gathered. By then, Los Angeles country represented the most densely populated area region. In our whole fellowship today, it harbored 14,000 members, and they were the solid as Gibraltar. On the first 1943 trip to the coast, Louis and I also looked in an dockage, an organ chiropractor who was struggled with the alkeys in Portland, and in Seattle, Washington. We first met businessman Daley, who with the real valor was trying hard to hold a small band together there. This he was able to do, and they went on to real success. Meanwhile, Minneapolis got underway. Chicago's Chan Pfaff and Bill Evey were pinned down there by a 1940 blizzards, and they took time out to carry the message to an alcoholic named Patsy. Pat took on the hectic job of trying to start an AA group and a club at the same time. He persuaded one of the city's floor baron to sell the AA's his former townhouse as on a shoestring. Today, there is no more club-minded group in all the AAs at this one. The AA life of the town still gathered around the pioneering monument. And believe it or not, this monopolist Alkis burned the mortgage on the clubhouse in just 3 years' time. As I remember, Beveland Pittsburgh started up to the not much later, and right out to the middle of the country, that most loved salesman Johnny F. P. had put to an appearance to plant AA in Kansas City, Missouri. This touched of another group
right across the river in Kansas City, Kansas. It was sparkled by one of first doctor members, Milson, who was later to become a prodigious AA worker and a national authority on the chemistry of drinks. 95-ാമത്തെ പേജിന്റെ അവസാന ഭാഗമാണ്. ഇത് ഏക സ്വന്തം കടലുകളെയും പർവ്വതങ്ങളെയും കടന്നു പോകാമെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഭാവിയിൽ സന്ദേശവാനായ മധ്യസ്ഥൻ തന്നെ പോകണമെന്നില്ല. തിരക്കുകളും വളർച്ചകളും ലോസ് ആഞ്ചലസിൽ നിന്ന് നൽകിയ വേദനകൾ ഭയാനകമായിരുന്നു. വിഭ്രാന്തിയും ഗതിവേഗവും നിലനിർത്തുവാൻ അസാധ്യമായി തോന്നി. ആദ്യ സന്ദർശനത്തിന് ശേഷം അവർക്കിത് താങ്ങാനാകുമോ എന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങി. പക്ഷേ 1950-ൽ ഷറൈൻ ഓഡിറ്റോറിയത്തിൽ ഞാൻ 7000-തോളം മധ്യാസക്തരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സംസാരിച്ചു. പിന്നീട് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള ഒരു പ്രദേശമായി മാറിയ ലോസ് ആഞ്ചലസ് ഇന്ന് 14,000 അംഗങ്ങളുണ്ട്. അവർ ജിസ്രാൾട്ടൺ പോലെ ദൃഢമാണ്. ജിസ്രാൾട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു പാറക്കെട്ടാണ്. അമേരിക്കയിലുള്ള എല്ലാവരും സന്ദർശിക്കുന്ന ഒരു പാറക്കെട്ടാണത്. 1943-ലെ ആദ്യ യാത്രയിൽ ഞങ്ങൾ പോർട്ട്ലാൻഡിൽ മധ്യാസക്തരോട് മല്ലിടുന്ന ഒരു ഒറിഗോൺ ഞരമ്പ് രോഗ വിദഗ്ധനെ കണ്ടു, ഡോക്ടർ എച്ച്. അതുപോലെ വാഷിംഗ്ടൺ സിയാറ്റിലിൽ കുറച്ചുപേരെ കൂട്ടിപ്പിടിക്കാനായി പാടുപെടുന്ന ഒരു വ്യവസായിയായ എ ഡെയിലിനെയും കണ്ടുമുട്ടി. അത് അയാൾക്ക് സുബോധനാൻ സാധിച്ചു. അത് യഥാർത്ഥ വിജയമായി. അതേസമയം മിനിയോപോളിസിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. 1940-ലെ മഞ്ഞ് വീഴ്ചയിൽ ചിക്കാഗോയിലെ എഫ് ചാനിനും വൈ ബില്ലിനും അങ്ങോട്ട് പോകേണ്ടി വന്നു. ആ ഇടവേളയിൽ അവർ പാറ്റ് ഇ എന്ന ആൾക്ക് സന്ദേശം നൽകി. സജീവമായി രംഗത്ത് വന്ന പാറ്റ്സി AA ഗ്രൂപ്പും അതോടൊപ്പം തന്നെ ഒരു ക്ലബ്ബും ആരംഭിച്ചു. നഗരത്തിലെ ഒരു മില്ലുടമയോട് അദ്ദേഹത്തിന്റെ പഴയ ഒരു കെട്ടിടം AAക്ക് മിതമായ വിലയ്ക്ക് നൽകാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. അവരെപ്പോലെ ക്ലബ്ബ് പരിപാടികളുണ്ട്. താല്പര്യമുള്ള ഗ്രൂപ്പുകൾ വേറെ കാണാനില്ല. ഇന്ന് നഗരത്തിൽ ഈ ആദ്യകാല ബിംബത്തിന് ചുറ്റുമാണ് AA ജീവിതങ്ങൾ ചുറ്റിക്കാണുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മിനിയോപോളിസിലെ മധ്യസ്ഥർ 3 കൊല്ലം കൊണ്ട് ക്ലബ്ബ് ഹൗസിന്റെ കടം വീട്ടിയെടുത്തു. സഫ്ലോസിനും പിറ്റ്സ്ബർഗിലും അധികം താമസിയാതെ തന്നെ തുടക്കം കുറിച്ചതായി ഞാൻ ഓർമ്മിക്കുന്നു. രാജ്യത്തിന്റെ ഒത്ത നടുക്ക് കനാസിറ്റി, മിസോറസിലെ ഒരു ഗ്രൂപ്പ് തുടങ്ങുവാനായത് വിൽപ്പനക്കാരനായ ജോൺ ജെ രംഗത്തെത്തിയത് കൊണ്ടാണ്. ഇത് നദിക്കരയിലെ കനാസസ് സിറ്റി ഗ്രൂപ്പ് തുടങ്ങാൻ ഇടയാക്കി. ഡോക്ടറായ ആദ്യ മെമ്പർ മൈൽസൺ ഇതിന് തിരികൊളുത്തുന്നത്. അപ്പോ നമ്മളവിടെ എത്തിയ ഇത് നദിക്കരയിലെ കനാസിറ്റിയിൽ ഗ്രൂപ്പ് തുടങ്ങാൻ ഇടയാക്കി. ഡോക്ടറായ ആദ്യ മെമ്പർ മൈൽസൺ ഇതിന് തിരികൊളുത്തിയത്. പിന്നീട് അദ്ദേഹം അതിശയകരമായി ഒരു AA പ്രവർത്തനമായി മാറി. ദേശീയ തലത്തിൽ മധ്യാസക്തന്റെ രക്തതന്ത്രത്തിന്റെ വക്താവായി മാറി. ഇനി പേജ് നമ്പർ 96 ഇൻ ദിസ് സെയിം ഇയേഴ്സ്, ഇതേ വർഷം, ഇൻ ദ സെയിം ഇയേഴ്സ് ദ ബോസ്റ്റൺ ഐറിഷ് had joined forces with certain back bears and had grabbed the AA lifeline with a will, forming that wonderful nucleus from which so much of AA in New England later steamed. The Boston group provided us with a fresh wonder and a big heartbreak too. Its founder could never get sober himself, and he finally died of alcoholism. Paddy was just too sick to make it. Slip followed slip, but he came back with time to carry AA's message, at which he was amazingly successful. Time after time in the group nursed him back to life. Then came the last bender, and that was it. This very sick man left behind him a great group and a triple A rating for valor. His first 2 successes, Betsy and Jenny B, carry on this day. Such was our adolescence. I hope that someday many more of its wonderful stories can be told. This was the Walter of exciting and fearsome experiences, out of which a stolz traditions were drawn and first put to paper in 1946. Against this background, we shall now consider those stolz traditions, the vital principles upon which the survival of alcoholism to heavy depends. Implicit
throughout AA traditions to the confession that our fellowship has its sins. We confess that we have character defects as a society and that these defects threaten us continually. Our traditions were a guide to better way of working and living, and they are also an antidote for our various maladies. The 12 traditions are to group survival and harmony. That AA's 12 steps are to each member sobriety and peace of mind. But the 12 traditions also point straight at many of our individual defects. By implication, they ask each of us to lay aside pride and resentment. They ask for personal as well as group sacrifice. They ask us never to use the AA name in any cost for personal power or distinctions for money. The traditions guarantee the equality of all members and the independence of all groups. They show how we many best relate ourselves to each group, other and to the world outside. They indicate how we can best function in harmony as a great whole for the sake of the welfare of our entire society. The tradition asks that every individual and every group and every area in AA shall lay aside all desires, ambitions, and untoward actions that could bring serious divisions among us or loss for us the confidence of the world at large. ഇതേ വർഷങ്ങളിൽ തന്നെ ബോസ്റ്റണിലെ ഐറിഷുകാർ ചില പ്രശ്നക്കാരുമായി ചേർന്ന് എ ജീവിത രീതി കരസ്ഥമാക്കുകയും അതൊരു കേന്ദ്ര ബിന്ദുവായി മാറുകയും ചെയ്തു. എ ന്യൂ ഇംഗ്ലണ്ടിൽ പൊട്ടിമുളയ്ക്കുകയും ചെയ്തു. ബോസ്റ്റൺ ഗ്രൂപ്പ് ഞങ്ങൾക്കൊരു അത്ഭുതവും ഹൃദയസ്പർശിയുമായിരുന്നു. അതിന്റെ സ്ഥാപകന് സുബോധവാനാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മദ്യാസക്തി മൂലം മരണമടഞ്ഞു. ഹാഡി ക്ഷീണിതനായിരുന്നു. അദ്ദേഹത്തിനും സാധ്യമായില്ല. പക്ഷെ ഓരോ പുനഃപ്രവർത്തനം കഴിയുമ്പോഴും അദ്ദേഹം തിരിച്ചെത്തുകയും സന്ദേശം പകരുകയും ചെയ്തു. ആ കാര്യത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഓരോ തവണയും ഗ്രൂപ്പ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവസാനത്തെ ബെൻഡർ വന്നു. ഈ ക്ഷീണിതൻ ബാക്കിയാക്കിയത് വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല വിജയങ്ങൾ സി ബർട്ടും ജെന്നിയുമായിരുന്നു. അവരിപ്പോഴും തുടരുന്നുണ്ട്. നമ്മുടെ കൗമാരം ഇങ്ങനെയൊക്കെയായിരുന്നു. ഒരിക്കൽ കൂടുതൽ അത്ഭുതകരമായ കഥകൾ നമ്മൾക്ക് പറയാൻ കഴിഞ്ഞേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 1946 കടലാസിലേക്ക് പകർത്തിയ എയുടെ 12 പാരമ്പര്യങ്ങൾ രൂപപ്പെട്ട ഭീകരാനുഭവങ്ങളുടെ കുഴഞ്ഞുമറഞ്ഞ അവസ്ഥയാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഈ പാരമ്പര്യങ്ങളുടെ അഥവാ തത്വങ്ങളുടെ ബലത്തിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിലനിൽപ്പ്. നാം ഏറ്റുപറയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഈ പാരമ്പര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എക്ക് അതിന്റെ തെറ്റുകുറ്റങ്ങളുണ്ട്. ഒരു സമൂഹം എന്ന നിലയിൽ ഞങ്ങൾക്ക് സ്വഭാവ വൈകല്യങ്ങളുണ്ട്. ഇത് നിരന്തരം ഞങ്ങളെ ഭയപ്പെടുത്തുന്നുമുണ്ട്. പാരമ്പര്യങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ളതാണ്. അത് ഞങ്ങളുടെ മഹാവ്യാധികൾക്കുള്ള മറുമരുന്നാണ്. 12 പാരമ്പര്യങ്ങൾ ഗ്രൂപ്പിന്റെ ഐക്യത്തിനായുള്ളതാണ്. 12 പടികൾ ഓരോ അംഗത്തിന്റെയും സുബോധത്തിനും സമാധാനത്തിനുമുള്ളതാണ്. എന്നാൽ 12 പാരമ്പര്യങ്ങൾ ഞങ്ങൾ നമ്മുടെ വ്യക്തിപരമായ വൈകല്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അത് ഫലവത്താകുമ്പോൾ നമുക്ക് അഹങ്കാരവും വിദ്വേഷവും താഴെ വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. വ്യക്തിപരമായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ത്യാഗം ആവശ്യപ്പെടുന്നു. എയുടെ പേര് പണത്തിനോ അധികാരത്തിനോ അന്തസ്സിനോ വേണ്ടി ഉപയോഗിക്കരുതെന്ന് നമ്മളോട് അത് ആവശ്യപ്പെടുന്നു. എല്ലാ അംഗങ്ങൾക്കും സമത്വവും എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വാതന്ത്ര്യവും അത് പ്രദാനം ചെയ്യുന്നു. എന്നാൽ 12 പാരമ്പര്യങ്ങൾ ഞങ്ങൾ നമ്മുടെ വ്യക്തിപരമായ വൈകല്യങ്ങൾക്ക് നേരെ വിരച്ചുന്നത് അത് ഫലവത്താകും നമ്മുടെ അഹങ്കാരവും വിദ്വേഷവും താഴെ വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. നാം പരസ്പരം ഇങ്ങനെ ബന്ധപ്പെടുമെന്നും അതുപോലെ പുറം ലോകവുമായി എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാമെന്നും കാണിച്ചു തരുന്നു. അത് സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു ഉള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനായി ഓരോ വ്യക്തിയും ഗ്രൂപ്പും പ്രദേശവും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പ്രവൃത്തികളും നമ്മെ കാതലായി ബാധിക്കുമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. എങ്കിൽ അത് മാറ്റിവെക്കേണ്ടതാണ്. ഇതാണ് പാരമ്പര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. But the 12 traditions also point straight to as many of our individual defects. By implication, they ask each of us lay aside pride and resentment. They ask for personal as well as group sacrifice. They ask us never to use the AA name in any cost of our personal power or distinctions or money. The traditions guarantee the equality of all members and the independence of all groups. They show how we best relate ourselves to each other and to the world outside. They indicate how we can best function in harmony as a great whole. For the sake of the welfare of our entire society, the tradition asks that every individual and every group and every area in AA shall lay aside all desires, ambitions, and
untoward actions that would bring serious divisions among us or loss for us the confidence of the world at large. The 12 traditions of Alcoholism symbolize the sacrifice character of our life together, and they are the greatest force for unity that we know. അപ്പോൾ 12 പാരമ്യങ്ങൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ വൈകല്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. അത് ഫലവത്താകുമ്പോൾ നമ്മളോട് അഹങ്കാരവും വിദ്വേഷവും താഴെ വെക്കാൻ ആവശ്യപ്പെടുന്നു. വ്യക്തിപരമായും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും ത്യാഗവും ആവശ്യപ്പെടുന്നുണ്ട്. 7 പേര് പണത്തിനോ അധികാരത്തിനോ അന്തസ്സിനത്തിനോ വേണ്ടി ഉപയോഗിക്കരുതെന്ന് നമ്മളോട് അത് ആവശ്യപ്പെടുന്നു. എല്ലാ അംഗങ്ങൾക്കും സമത്വവും എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വാതന്ത്ര്യവും അത് പ്രദാനം ചെയ്യുന്നു. നാം പരസ്പരം എങ്ങനെ ബന്ധപ്പെടാമെന്നും അതുപോലെ പുറംലോകവുമായി എങ്ങനെ ചേർന്ന് പ്രവർത്തിക്കാമെന്നും അത് കാണിച്ചു തരുന്നു. അത് സൂചിപ്പിക്കുന്നത് മൊത്തത്തിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാമെന്ന് തന്നെയാണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനായി ഓരോ വ്യക്തിയും ഗ്രൂപ്പും പ്രദേശവും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വന്തമായ ലക്ഷ്യങ്ങളും പ്രവർത്തികളും നമ്മെ കാതലായി ബാധിക്കുമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നഷ്ടമാണെന്നെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതാണ്. ഇതാണ് പാരമ്പര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങൾ നമ്മുടെ കൂട്ടായ ജീവിതത്തിന്റെ ത്യാഗത്തിന്റെ പ്രതീകമാണ്. അതാകട്ടെ നമ്മുടെ ഐക്യത്തിന്റെ നമുക്കറിയാവുന്ന മഹാശക്തിയുമാണ്. ടേക്ക് ട്രഡീഷൻ 1. ഇറ്റ് വാസ് ദാറ്റ് അവർ കോമൺ വെൽഫെയർ ഷുഡ് കം ഫസ്റ്റ്. പേഴ്സണൽ റിക്കവറി ഡിപ്പെൻഡ്സ് upon a unity. Probably no society sets a higher value on the personal welfare of the individual members than does AA. But long ago, we found that the common welfare had to come first. Without it, there could be mightily little personal welfare. In the beginning, we felt very much like Eddie Rickenbacker and his company when their plane crashed in the Pacific. They had been saved from death, but found themselves still floating upon a dangerous sea. There was no doubt in their minds that the common welfare came first. Nobody dared rock that raft, lest they all perish. Bread and water were shared equally. There were no gluttons. അപ്പോൾ ഒന്നാമത്തെ പാരമ്പര്യം നോക്കുക. പൊതുനന്മയാണ് ആദ്യം വരേണ്ടത്. വ്യക്തിപരമായ മോചനം ഗ്രൂപ്പിന്റെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യക്തികളുടെ ക്ഷേമത്തിന് കൽപ്പിക്കുന്നത് പോലെ വില കൽപ്പിക്കുന്ന മറ്റൊരു സമൂഹവും ഈ ലോകത്തിലില്ല. പക്ഷെ നാം നേരത്തെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. പൊതുനന്മയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അതില്ലാതെ വ്യക്തികൾക്ക് ഒട്ടും തന്നെ ക്ഷേമം ഉണ്ടാകാൻ ഇടയില്ല. തുടക്കത്തിൽ അനുഭവപ്പെട്ടത് എഡിൻ ബേക്കറുടെ പസഫിക്കിലെ വിമാനാപകടം പോലെ തന്നെയാണ്. അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ കടലിൽ ഒഴുകി നടക്കുകയാണ്. അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തിയത് പൊതുനന്മയാണ്. അവരുടെ മനസ്സിൽ ആദ്യം എത്തിയത് പൊതുനന്മയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. അതില്ലാതെ വ്യക്തികൾക്ക് ഒട്ടും തന്നെ ക്ഷേമത്തിനോട് ഉണ്ടാകാനിടയില്ല. തുടക്കത്തിൽ അനുഭവപ്പെട്ടത് എഡിൻ ബക്കറുടെ പസഫിക്കിലെ വിമാനാപകടം പോലെ തന്നെയാണ്. അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ അവർ കടലിൽ ഒഴുകി നടക്കുകയായിരുന്നു. അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം എത്തിയത് പൊതുനന്മ തന്നെയാണ്. ആ പൊങ്ങുതടി ആടിയിലേക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അഥവാ എല്ലാവരും നശിക്കും. വെള്ളവും റൊട്ടിയും തുല്യമായി വീതിച്ചു, ആരും ആർത്തി കാട്ടിയില്ല. Our case was something like that, but some of our sick and careless members did rock the raft, and that scared us to death. Some of those early fears are today almost amusing. The first big one was that of slips or relapses. At first, nearly every alcoholic we approached began to slip, if indeed he sobered up at all. Others would stay dry 6 months or maybe a year and then take a skid. This was always a genuine catastrophe. We would all took our case was something like that, but some of our sick and careless members did rock that raft, and that scared us to death. Some of those early fears are today almost amusing. The first big one. The first big one was that of slips or relapses. At first, nearly every alcoholic we approached began to slip, if indeed he sobered up at all. Others would stay dry 6 months or maybe a year and then take a skid. This was always a genuine catastrophe.
catastrophe. We would all took at each other and say, "Who knows?" We were afraid that alcohol might completely undo us. But today we see 10,000s of members completely sobered for 5, 10, 15, or even 20 years. Slips are a very serious difficulty, but as a group, we take them in stride. Fear has evaporated. Alcohol always threatens the individual, but we know that uh, but we know that it cannot destroy the common welfare. The next big scare was the out of bond romance. We well known triangle. In the cases of more than half of more membership, the family relations had been distorted. Drinking had turned the husband into the household bad boy, and the wife into the protective and possessive mother. When when this relations persisted after AA, the husband something got to the wandering eye. Alcoholic woman whose husbands had long since cast them off put at an appearance. Here and there we began to witness explosive gathering around these situations. People violently took a side. Whole group got into uproars and a number of people got drinks. This was some throwing of rocks at the sinners. We trembled for AA's reputations and for its survival. But at last we woke up to the fact that we were not having any more sex difficulties than other societies, and probably less. Mm, their sinners and the self-righteous eventually saw for the fully of their ways. Most alcoholics whose wives had been seen them through their terrible days returned to the straight and narrow. The Al-Anon family groups put in the appearance and did wonders for a domestic relationships. So this experience all conspired toward a good end. As present divorce rate is among the lowest in the whole world, it became apparent that the relationship between the sexes was not going to do us in order after all, and our fears in this area subsided. അപ്പോ വെള്ളവും റൊട്ടിയും തുല്യമായി വിധിച്ചു. ആരും ആർത്തി കാട്ടിയില്ല. നമ്മുടെ കാര്യവും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ നമ്മളിൽ ചിലർ ആടി ഉലഞ്ഞു. അത് നമ്മെ മരണതുല്യരാക്കി. പഴയ പല പേടികളും ഇന്ന് തമാശയാണ്. അതിൽ വലുത് പുനർപതനമായിരുന്നു. ആദ്യം ഞങ്ങൾ സമീപിച്ചവരൊക്കെ സുബോധന്മാരായെങ്കിലും അവരെല്ലാം പതനത്തിന് വിധേയരായിരുന്നു. ചിലർ 5 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം പിന്നെ വഴുതി പോകൽ. ഇതൊരു യഥാർത്ഥ ദുരന്തമായിരുന്നു. ഞങ്ങൾ പരസ്പരം നോക്കി ചോദിക്കും, അടുത്തത് ആരാണ് വീഴുക? മദ്യം ഞങ്ങളെ നിഷ്ഫലരാക്കിയിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. ഇന്ന് നാം കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ 5 10 15 വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു പക്ഷേ 25 വർഷം സുബോധന്മാരാണ്. വീഴ്ച ഗുരുതരമാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അത് മറികടക്കാനുള്ളതാണ്. പേടി ആവിയായി പോയിരിക്കുന്നു. മദ്യം എന്നും വ്യക്തിയെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പൊതു നന്മയ്ക്ക് അത് ഭീഷണിയല്ല. അടുത്ത ഭീതി കളത്തിന് പുറത്തെ പ്രണയമാണ്. നമുക്കറിയാവുന്ന ത്രികോണം. നമ്മുടെ അംഗങ്ങളിൽ പകുതിയോളം എങ്കിലും കുടുംബ ബന്ധങ്ങൾ തകർന്നതാണ്. മദ്യപാനം ഭർത്താവിനെ ചീത്തക്കുട്ടിയാക്കിയിരിക്കുന്നു. ഭാര്യ അവന്റെ രക്ഷകയും മാതാവുമായിരിക്കുന്നു. ഇത്തരം ബന്ധങ്ങളിൽ സംശയാലുവായ ഭർത്താവ് അങ്ങനെ തന്നെ നോക്കാൻ തുടങ്ങും. മദ്യാസക്തിയായ സ്ത്രീയുടെ ബന്ധമൊഴിഞ്ഞ ഭർത്താവ് പ്രത്യക്ഷപ്പെടും. ഇത്തരം സാഹചര്യങ്ങളുടെ ചുറ്റുപാടുകളിൽ പൊട്ടിത്തെറികൾ ദൃശ്യമാകും. ആളുകൾ അക്രമാസക്തരായി പക്ഷം ചേരും. ഗ്രൂപ്പിൽ വലിയ ബഹളമുണ്ടാകും. പലരും പോയി കുടിക്കും. പാപം ചെയ്തവരെ ചിലർ കല്ലെറിയും. ഏയുടെ നിലനിൽപ്പിനും മാതൃകയ്ക്കുമായി നാം വിറപൂണ്ട് നിൽക്കുകയാണ്. നാം ഉണർന്നു ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. മറ്റേതൊരു സമൂഹത്തിൽ എന്ന പോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങളുള്ള നമുക്കുമുള്ളൂ ഒരു പക്ഷേ ചില കുറവ് ലൈംഗിക പ്രശ്നം. ക്ഷമയോടെ കരുണയോടെ സമീപിച്ചാൽ ഈ സാഹചര്യങ്ങളൊക്കെ ശരിയായി വരും. തെറ്റുകാരും തന്നിഷ്ടക്കാരും അവരുടെ അബദ്ധം മനസ്സിലാക്കും. മിക്ക മദ്യാസക്തരുടെയും ഭാര്യമാർ അവരുടെ ഭീകര ദിനങ്ങളിൽ നിന്ന് ഋജുവായ നേർവഴിയിലേക്ക് വന്നതായി കാണും. ഫാമിലി ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെടും. എയുടെ ഗാർഹിക ബന്ധങ്ങളുടെ അത്ഭുതം അവർ ദർശിക്കും. ഈ അനുഭവങ്ങൾ ശുഭപര്യവസ്ഥയാണ്.
എയിൽ വിവാഹമോചന നിരക്ക് ലോകത്തിൽ ഏറ്റവും കുറഞ്ഞതാണ്. നമുക്കിടയിൽ ലൈംഗിക ബന്ധങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭയം ഇല്ലാതായിരിക്കുന്നു. മദ്യത്തിനും ലൈംഗികതയ്ക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ മറ്റു സമൂഹത്തിലെന്ന പോലെ നമുക്കിടയിലും സംജാതമാകും. ഇത് പണത്തോടും അധികാരത്തോടും പ്രശസ്തിയോടുമുള്ള നമ്മുടെ ആഗ്രഹമാണ്. ഇത് വിനാശകരമാണ്. കാരണം തന്നിഷ്ടവും സ്വയം നീതീകരണവും അധികാരഭ്രമവും ധാർമ്മിക രോഷത്തിന്റെ വേഷം കെട്ടും. ദുരാഭിമാനവും പേടിയും വിദ്വേഷവുമാണ് പൊതുവായ നന്മയുടെ ശത്രുക്കൾ. യഥാർത്ഥ സഹോദരവും സ്നേഹവും നേരായ ഉൾക്കാഴ്ചയും ശരിയായ ശീലങ്ങളുമാണ് ഇതിനുള്ള ഉത്തരം. എയുടെ പരമ്പരാഗതമായ തത്വങ്ങളുടെ ഉദ്ദേശം മേൽശക്തിയെ ഉയർത്തിക്കൊണ്ടുവരലും പ്രതിഷ്ഠിക്കലുമാണ്. ഇപ്പോൾ മാത്രമേ പൊതു നന്മ വിതരണം ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ എയുടെ ഐക്യം സുദൃഢമാകുകയുള്ളൂ. അപ്പൊ നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ആഴ്ച. താങ്ക് യു. താങ്ക് യു ശിവചേട്ടാ.